السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أهلهم أجمعين. അർഹമുറാഹിമായ അള്ളാഹു അവന്റെ ദീനിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്ന് അവന്റെ കൽപ്പനക്ക് അനുസരിച്ചുകൊണ്ട് അവന്റെ നിരോധനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനും ഈ ജീവിതം അള്ളാഹു തൃപ്തിപ്പെട്ട ജീവിതമാക്കാനും അതുപോലെ ആഖിറത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അസ്ഹാബുൽ കഹ്ഫിന്റെ ധീരമായ പ്രവർത്തനങ്ങളും അവരുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന് അത്ഭുതകരമായ രൂപത്തിൽ അവൻ ആക്കിയതുമാണ് നാം കേട്ടത്. അതിന്റെ ബാക്കിയാണ് ഇനി പറയാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. ഈ യുവാക്കൾ അവരുടെ ആദർശ സംരക്ഷണത്തിന് രംഗത്ത് എന്ത് ചെയ്യണമെന്നുള്ള ആലോചന ഉണ്ടായല്ലോ. അന്നേരം അവർ കൂടി ആലോചിച്ചെടുത്ത തീരുമാനത്തെ പറ്റിയാണ് ഉണർത്തുന്നത്. അവർ പരസ്പരം ഒരു മീറ്റിംഗിലാണ്, ചർച്ചയിലാണുള്ളത്. അവർ പറയുന്നു, വൈദ്യത്തസൽത്തുമൂഹും, ഈ ജനതയെ നിങ്ങൾ വെടിയുന്ന ഇന്നേരം, വമാ യഅ്ബുദൂന, അവരുടെ ആരാധ്യ വസ്തുക്കളെയും അള്ളാഹു അല്ലാത്ത വസ്തുക്കൾക്കാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത്, അവകളെയും നിങ്ങൾ ഒഴിവാക്കുന്ന നേരത്ത്, ഇല്ലല്ലാഹ, അള്ളാഹു അല്ലാതെ, അള്ളാഹുവിനല്ലാതെ ഇവർ എന്തിനെല്ലാമാണോ ഇബാദത്ത് ചെയ്യുന്നത് അവകളെയും അതിൻ്റെ ആളുകളെയും നിങ്ങൾ ഒഴിവാക്കുന്ന നേരത്ത് ഫഅവു, നിങ്ങൾ ചെന്ന് ചേരൂ, ഇലൽ കഹ്ഫി, ആ ഗുഹയിലേക്ക് ചെന്ന് ചേരൂ. ചർച്ചയാണ്. നിങ്ങൾക്കിപ്പോ നല്ല മാർഗം ഇന്നതാണ്. അവരെ പറ്റി പറയാണ്, ചർച്ചയിലാണുള്ളത്. അങ്ങനെ ചെന്ന് ചേർന്നാൽ യൻഷുറിലക്കും, നിങ്ങൾക്ക് വിശാലമാക്കി തരും, റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, മിർ റഹ്മത്തിഹി, അവന്റെ കാരുണ്യത്തിൽ നിന്ന്. നിങ്ങൾക്ക് ഈ ഭൗതികരായ ഭരണാധികാരികളിൽ നിന്നോ നിങ്ങളുടെ നാട്ടുകാരിൽ നിന്നോ നിങ്ങളുടെ ആശയ സംരക്ഷണ രംഗത്ത് യാതൊരു പ്രതീക്ഷയുമില്ല. നിങ്ങളെ സഹായിക്കാൻ അള്ളാഹു ഉണ്ട്. യൻഷുറിലക്കും റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വിശാലമാക്കി തരും, റഹ്മത്തിഹി, അവന്റെ കാരുണ്യത്തിൽ നിന്ന്. വയുഹയ്യിലക്കും, നിങ്ങൾക്ക് അവൻ പാകപ്പെടുത്തി തരും, മിൻ അംരിക്കും, നിങ്ങളുടെ കാര്യത്തിൽ നിന്ന്, മിർഫക്കൻ, സൗകര്യങ്ങളെ. നിങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, ഭക്ഷണം വേണ്ടി വരും, വെള്ളം വേണ്ടി വരും, പാർപ്പിടം വേണ്ടി വരും, മറ്റു കാര്യങ്ങൾ വേണ്ടി വരും. ഇതിനൊക്കെയുള്ള സൗകര്യം അള്ളാഹു ചെയ്തു തരും. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നിങ്ങളുള്ളത്, നമ്മളുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവകളെയെല്ലാം ഒഴിവാക്കാം, എന്നിട്ട് നാം ഈ തീരുമാനിച്ച മാർഗത്തിലൂടെ നീങ്ങാം. ഇതായിരുന്നു അവരുടെ ചർച്ചയുടെ തുടക്കം. അങ്ങനെയാണ് അവർ ആ ഗുഹയിലെത്തിയതും അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ട് ആ ഗുഹയിലേക്ക് പ്രവേശിച്ചതും. ഇങ്ങനെ അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യുമെന്ന നല്ല വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവരുടെ കൂടിയാലോചന മീറ്റിംഗിൽ അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ തവക്കുലിന്റെ ഫലമായിട്ടുണ്ടായത് കേൾക്കണോ? تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة من ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. വത്തറശംസ, സൂര്യനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാ തൊലാത്ത്, ആ സൂര്യൻ ഉദിക്കും നേരത്ത്, തസാവറു അൻ കഹ്ഫിഹിം, അവരുടെ ഗുഹയെ തൊട്ട് അത് തെറ്റുന്നതായിട്ട് കാണാൻ കഴിയും.
ലാത്തൽ യമീനി വലതു ഭാഗത്തേക്ക്, ഇതാ ഹറബത്ത് ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തോ തഖരിലുഹും അവരെ അത് ചാടിക്കടക്കുന്നു ലാത്തശ്യമാലി ഇടതു ഭാഗത്തേക്ക്, വഹും അവർ കിടക്കുന്നത് ഫി ഫജ്വത്തി മിൻഹു ആ ഗുഹയിൽ നിന്നുള്ള വിശാലമായ സ്ഥലത്താകുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ ഗുഹയിലെ വിശാലമായ സ്ഥലത്ത് അവർ കിടക്കുന്നു. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അള്ളാഹു അവരിൽ വെയിലേൽപ്പിക്കാതെ അത് വലതുഭാഗത്ത് ഇവരിൽ തീരെ തന്നെ ആ സൂര്യപ്രകാശം കൊണ്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും ഗുഹയിലേക്ക് വെയിലെത്തുന്നുണ്ട്, പക്ഷേ അത് അവരുടെ ഇടതുഭാഗത്തേക്ക് മാറിപ്പോകുന്നു. ചുരുക്കത്തിൽ അവർക്ക് അള്ളാഹു വെയില് കൊണ്ടുള്ള ബുദ്ധിമുട്ട് പോലും ഉണ്ടാക്കുന്നില്ല. എന്നാൽ വെളിച്ചവും വായുവും ഒക്കെ അള്ളാഹു നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അള്ളാഹു അവന്റെ റഹ്മത്ത് നമുക്ക് വിശാലമാക്കി തരുമെന്ന് അവർ ആ മനസ്സറിഞ്ഞ് പറഞ്ഞതുണ്ടല്ലോ, അത് അള്ളാഹു ആ രൂപത്തിൽ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നു. ദാലിക ഇവകളെല്ലാം മിൻ ആയാത്തില്ലാഹി അള്ളാഹുവിന്റെ തെളിവുകളിൽപ്പെട്ടതാകുന്നു. അള്ളാഹു ഉണ്ട് എന്നതിനും അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നുള്ളതിനും അള്ളാഹുവിനെ തവക്കുലാക്കിയവരെ അവൻ രക്ഷിക്കും എന്നതിനും എന്തിനെല്ലാം തെളിവാണിത്? എല്ലാത്തിനും തെളിവാകുന്നു. ചുരുക്കത്തിൽ മൈ യഹ്ദില്ലാഹു അള്ളാഹു താല ഒരുത്തനെ നേർവഴിക്ക് നടത്തിയാൽ ഫഹുവൽ മുഹ്തദി അവൻ നേർവഴി ലഭിച്ചവൻ തന്നെ. അള്ളാഹുവിൽ നിന്ന് കിട്ടണം ഹിദായത്ത്, അത് കിട്ടിയാലേ ഹിദായത്ത് ഉണ്ടാകൂ. അള്ളാഹു ഒരുത്തനെ നേർവഴിക്കാക്കിയാൽ അവൻ നേർവഴി ലഭിച്ചവൻ തന്നെ. മറിച്ച് വമയ്യുളിൽ ഒരുത്തനെ അള്ളാഹു പിഴപ്പിച്ചാൽ ഫലൻ തജിദലഹു അവന് നീ എത്തിക്കുകയില്ല വലിയൻ യാതൊരു സഹായിയെയും മുർഷിദൻ നേർവഴിക്കാക്കുന്ന ഒരു സഹായിയെയും എത്തിക്കുകയില്ല. ഇവൻ ഒരുപക്ഷെ നല്ലവരുടെ കൂട്ടത്തിൽ മാത്രം ജീവിച്ചവനായിരിക്കും, നല്ല കുടുംബത്തിൽ തന്നെ ഉള്ളവനായിരിക്കും. എത്ര ചരിത്രങ്ങളുണ്ട്. അബൂലഹബ് ഖുറൈശി പ്രമുഖനായിരുന്നു, ബനൂ ഹാഷിമിൽപ്പെട്ട ആളായിരുന്നു. പക്ഷേ പ്രവാചക കുടുംബത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ ശപിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു സൂറത്ത് തന്നെ ഇറക്കി. നൂഹ് നബി അലൈഹി ഇസ്ലാം, ഷെയ്ഖുൽ അംബിയായ നൂഹ് നബി അലൈഹി ഇസ്ലാം 1000 വർഷം ദഅവ നടത്തിയ പ്രവാചകനാണ്. തന്റെ മകനും ഭാര്യയും മറുഭാഗത്താണ് ഉണ്ടായിരുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവോ പിഴച്ചവരായിരുന്നു, ഫിർഔനിന്റെ ഭാര്യ നല്ലവരായിരുന്നു, ഫിർഔനോ ദുഷ്ടനായിരുന്നു. ഇങ്ങനെ എത്ര. അപ്പോ അള്ളാഹുവിൽ നിന്ന് കിട്ടിയിട്ട് വേണം ഹിദായത്ത്, അപ്പോഴേ രക്ഷപ്പെടാൻ കഴിയൂ. എവിടെ ആരുടെ ഇടയിലായിരുന്നാലും, ആരോട് ഒട്ടിപ്പിടിച്ച് ജീവിച്ച ജീവിതമായിരുന്നാലും അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഫലൻ തജിദലഹു വലിയ മുർഷിദ. വതഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദ് വനുഖല്ലിബുഹും ദാതൽ യമീനി വദാതൽ ശിമാൽ വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ് ലൗ ഇത്വലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറൻ വലമുലിഅത മിൻഹും റുഅബാ. വതഹ്സബു നിങ്ങൾ മനസ്സിലാക്കും, ഹും അവരെങ്ങാനും നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് അവരെ പറ്റി ഐഖാലൻ അവർ ഉണർന്നു കിടക്കുന്നവരാണെന്നാണ്. അവർ ഉറങ്ങുന്നവരാണെന്ന് നിങ്ങൾക്ക് തോന്നുകയേ ഇല്ല, അവർ ഉണർന്നു കിടക്കുന്നു എന്നേ തോന്നൂ. കാരണം തഫ്സീർ ജലാലൈനിൽ കാണാം, അന്ന ആയുനഹും മുത്തഫത്തിഹത്തുൻ അവർ കണ്ണുകളൊക്കെ തുറന്നവരാകുന്നു, കണ്ണു തുറന്നുകൊണ്ടാണ് അവർ കിടക്കുന്നത്. വഹും എന്നാൽ അവരോ റുഖൂദുൻ അവർ ഉറങ്ങുന്നവരാകുന്നു. ഉറങ്ങിക്കിടക്കുന്ന ഇവരെ കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ഉറങ്ങുന്നവരാണെന്ന് തോന്നുകയില്ല, ഉണർന്നവരാണെന്നേ തോന്നൂ. കണ്ണ് മിഴിച്ച നിലക്കാണുള്ളത്. അപ്പൊ അവരുടെ ഉറക്ക് കാതിന്റെ മേലാണ് നൽകിയത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. കണ്ണ് കണ്ടാൽ അവർ ഉറങ്ങുന്നവരാണെന്ന് ആരും പറയില്ല. ആ നിലക്കാണ്, കണ്ണ് മിഴിച്ചുകൊണ്ടാണ് അവർ കിടക്കുന്നത്. വനുഖല്ലിബുഹും അല്ലാഹു പറയുന്നു, അവരെ നാം തിരിച്ചു കെടുത്തും ദാത്തൽ യമീനി അവരുടെ വലതുഭാഗത്തേക്ക്, വദാത്തൽ ശിമാലി ഇടതുഭാഗത്തേക്കും.
അവരിങ്ങനെ മണ്ണിലാണല്ലോ കിടക്കുന്നത്. ആ കിടക്കുന്ന സമയത്ത് ചിതലും അതുപോലെ അണുക്കളും പുഴുക്കളും ഒക്കെ വരാൻ സാധ്യതയില്ലേ? ഒരു സാധനം നിലത്തിങ്ങനെ കുറച്ച് കിടന്നാല് അതിനെ ചെതല് വിഴുങ്ങില്ലേ? എന്നാൽ അതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മണലിൽ നിന്നുണ്ടാകുന്ന പുറ്റുകൾ പോലും അവർ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവരെ വലതുഭാഗത്തേക്ക് തിരിച്ചു കിടത്തും, മറ്റു ചിലപ്പോൾ ഇടതുഭാഗത്തേക്ക് തിരിച്ചു കിടത്തും. തഫ്സീർ പറയുന്നത് കാണാം, ലഅല്ലാ തഅക്കുലൽ അർളു ലുഹൂമഹും, അവരുടെ മാംസം ഭൂമി ഭക്ഷിക്കാതിരിക്കാൻ വേണ്ടി. ഇനി അവരെ പിന്തുടർന്നു വന്ന ഒരു നായ ഉണ്ടായിരുന്നല്ലോ, അള്ളാഹുവിന്റെ അഹബാബുകളായി നിങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ കൂടി എന്ന് പറഞ്ഞല്ലോ. ആ നായയുടെ അവസ്ഥ എന്താണ്? കൽബുഹും, ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ നായ, ഇത്തുമീർ എന്ന നായ, ബാസിത്തുന്തിറായിഹി, അതിന്റെ രണ്ട് മുഴങ്കൈകളെ അതിങ്ങനെ പരത്തി വെച്ചിരിക്കുന്നു, ബിൽ വസീദി, ആ ഗുഹയുടെ മുഖത്ത്. ആ ഗുഹയിലേക്കാണ്ട് കടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ ചവിട്ടല്, അവിടെ രണ്ട് കൈകൾ മുന്നോട്ട് നീട്ടിയിട്ട് നായ സാധാരണ കിടക്കുന്നത് പോലെ അതും കിടക്കുന്നു. ഇവരെ അള്ളാഹു തആല വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും തിരിച്ചു കിടത്തുന്നത് പോലെ ഈ നായയെയും അള്ളാഹു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് വെയിലേൽപ്പിക്കാത്തതുപോലെ ഈ നായക്കും അള്ളാഹു വെയിലേൽപ്പിക്കുന്നില്ല. എത്ര താഴ്ന്ന സ്ഥലത്തു നിന്നാണ് ഇതിനെ അള്ളാഹു ഇത്രയും വലിയ പദവിയിലേക്ക് എത്തിച്ചത്. നാളെ സ്വർഗലോകത്തിൽ പ്രവേശനം നൽകപ്പെടുന്ന ജീവികളിൽ ഈ കഹ്ഫിന്റെ അസ്ഹാബിന്റെ നായയും ഉൾപ്പെടുന്നു. അല്ലാഹ് ലബിത്വലഅത അലൈഹിം, ഈ ഗുഹാനിവാസികളുടെ മേൽ നിങ്ങൾ വെളിവായാൽ, അവരെങ്ങാനും നിങ്ങൾക്ക് കാണാൻ അവസരമുണ്ടായാൽ, വല്ലൈത മിൻഹും, അവരെ തൊട്ട് നിങ്ങൾ പിന്തിരിയും, ഫിറാരൻ, ഓടുന്നവരായ സ്ഥിതിയിൽ. അവരെ കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യും. മാത്രമല്ല, ഓടിയാൽ അവസാനിക്കോ, വല മുരീത്ത, നിങ്ങളെ നിറക്കപ്പെടും, മിൻഹും, അവരെ കണ്ടത് കാരണത്താൽ, റൂബൻ, ഭയത്താൽ, നിങ്ങളുടെ ഉള്ള ആകെ പേടിയിൽ നിറക്കപ്പെട്ടതായിരിക്കും. നിങ്ങൾ പേടിക്കുന്നല്ലാണ്ടത്, നിങ്ങളെ പേടിയാൽ നിറക്കപ്പെടും. നിങ്ങളുടെ ഉള്ളിൽ പിന്നെ പേടി എന്നൊരു സാധനം മാത്രം ഉണ്ടാകുക. അത്ര ഗൗരവമുള്ള, അത്ര ശക്തമായ നിലയ്ക്ക് അവരെ കണ്ടാൽ നിങ്ങൾക്ക് പേടി തോന്നും. അള്ളാഹു അങ്ങനെയാണ് ഇവരെ ആക്കിയിട്ടുള്ളത്. ഇവർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവരായതുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മറ്റുള്ളതിനെയെല്ലാം ഒഴിവാക്കിയവരായതുകൊണ്ട് അവരെ കണ്ടാൽ ഏവർക്കും ഭയം തോന്നുന്നു. ആ അവസ്ഥയിൽ അള്ളാഹു അവരെ ആക്കി. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവര് കുറച്ച് ആൾക്കാരെ പറഞ്ഞയച്ചു, ഈ കഹ്ഫിന്റെ അഹലുകാരൊന്ന് നോക്കിക്കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവര് പോയി. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് കടന്നു നോക്കിയപ്പോൾ ഒരു ശക്തമായ കാറ്റടിച്ചു. അവർക്കവിടെ നിൽക്കാൻ കഴിയാതെ അവർ ഉടനെ പുറത്തേക്ക് പോന്നു. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനമുള്ളത് അങ്ങനെയാണ്. അങ്ങോട്ട് ആരും ചെല്ലണ്ട, അവരെ കാക്കുന്ന അള്ളാഹു തന്നെ കാത്തുകൊള്ളും. അവരാരെങ്കിലും കണ്ടാലോ പേടി കൊണ്ട് നിറക്കപ്പെട്ടവനായിരിക്കും, അതിശക്തമായ ഭയം അവന് അനുഭവപ്പെടും. ഇങ്ങനെ അള്ളാഹു അവരെ കാത്തുകൊണ്ടിരിക്കുന്നു. وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا. വകദാലിക, ഇവരുടെ സംഭവം ഇപ്പോൾ വിശദീകരിച്ചു തന്നല്ലോ. എന്താണ്? അവരുടെ ഈമാനിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ നാടൊഴിവാക്കി, അവരുടെ വീടൊഴിവാക്കി, അവർക്ക് കിട്ടുന്ന ഭൗതികമായ എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കി. എന്നിട്ടോ യാതൊരുവിധ സുഖവുമില്ലാത്ത ആ ഗുഹയിലേക്ക് വന്നു ചേർന്നു. കാട്ടുമൃഗങ്ങളും കാട്ടുജീവികളൊക്കെ തിങ്ങി ജീവിക്കുന്ന മലയുടെ ഉള്ളിലുള്ള ആ ഗുഹയിലേക്ക് വന്നവര് അവരെ അള്ളാഹു തആല രക്ഷപ്പെടുത്തിയ രൂപങ്ങളൊക്കെ പറഞ്ഞു.
അവരെ മറ്റുള്ളവർക്ക് കണ്ടാൽ പോലും പേടിയാകുന്ന രൂപത്തിൽ, സൂര്യന്റെ ചൂട് അവർ കേൾക്കാത്ത രൂപത്തിൽ, അവരുടെ ശരീരത്തിന് ഉറുമ്പ് ബാധിക്കാത്ത രൂപത്തിൽ അള്ളാഹു കാക്കുന്നതൊക്കെ പറഞ്ഞു. ഇതൊക്കെ ചെയ്തവനായ അള്ളാഹു കദാലിക, ഇതൊക്കെ മനസ്സിലായല്ലോ, ഇതേ ക്രമത്തിൽ ബഅസ്നാഹും, അവരെ നാം ഒന്ന് യാത്രയാക്കലുണ്ടായിട്ടുണ്ട്. അവരുടെ ഈ ഉറക്കിന് ശേഷം അവരെ ഒന്ന് ഉണർത്തലുണ്ടായി. മരണാനന്തരമുള്ള ജീവിതത്തിനാണ് ബഅസ് എന്ന് പറയാം. ഇവരുടെ ഈ ഉറക്കാണെങ്കിൽ ഒരു സാധാരണ ഉറക്കല്ല, ഒരു മരണത്തോട് തുല്യമായ നിലക്കുള്ള ഉറക്കാണ്. അല്ലെങ്കിൽ തന്നെ ഉറക്ക് അഹുൽ മൗത്താണ്, മരണത്തിന്റെ സഹോദരനാണ്. ഇത് മരണവുമായിട്ട് വളരെ അടുത്ത നിലക്കുള്ള ഉറക്കാണ് ഇവർ ഉറങ്ങിയിട്ടുള്ളത്. ആ ഉറക്കിന്റെ ശേഷമുള്ള ഉണർച്ചയായതുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് ഉപയോഗിക്കുന്ന ബഅസ് എന്ന പദം തന്നെ അള്ളാഹു തആല ഉപയോഗിച്ചു. ബഅസ്നാഹും, അവരെ നാം ഉണർത്തി. ഈ വാക്ക് ഉപയോഗിച്ച എന്തിനാ? മരണത്തിന് ശേഷം ഒരു ബഅസ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ്. അങ്ങനെ അവരെ ഉണർത്തിയപ്പോൾ ഉണ്ടായത് എന്താ? യതസാഅലു ബൈനഹും, അവർക്കിടയിൽ ഒരു ചോദ്യോത്തരം, ഒരു ചർച്ച നടക്കാൻ വേണ്ടി. എന്താ ചർച്ച? ഖാല ഖായിലും മിൻഹും, അവരിൽപ്പെട്ട ഒരാള് മറ്റുള്ളവരോട് ചോദിച്ചു, കം ലബിസ്തും, അല്ല കൂട്ടരെ, നിങ്ങൾ ഇപ്പൊ എത്ര നേരം കിടന്നു ഉറങ്ങി? എത്ര സമയം നിങ്ങൾ താമസിച്ചു എന്ന് ചോദിച്ചാൽ എത്ര സമയം നിങ്ങൾ കിടന്നു ഉറങ്ങിയത്? ഇത്ര ഉറങ്ങണമെന്ന് നാം വിചാരിച്ചതല്ലോ. ശരീരത്തിന്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉറങ്ങണം എന്നല്ലേ തീരുമാനിച്ചിരുന്നല്ലോ. ഇപ്പൊ ഉറങ്ങി നോക്കിയപ്പോ പരിധിയിൽ അപ്പുറം ഉറങ്ങിയിട്ടുണ്ടല്ലോ. എത്ര ഉറങ്ങിപ്പോ? കാലു, ആ കൂട്ടത്തില് ചിലര് പറഞ്ഞു, ലബിസ്ന യൗമൻ, ഒരു ദിവസം മുഴുവനും ഉറങ്ങിക്കിടന്നു എന്നാ തോന്നുന്നത്. കാരണം ഇന്നലെ ഉറങ്ങുന്ന സമയത്ത് സൂര്യൻ ഇവിടെ ഉണ്ടായിരുന്നത്, ഇപ്പതാ ഇപ്പോഴും ഏകദേശം അതിന്റെ അടുത്ത് തന്നെയുള്ളത്. അപ്പൊ ഒന്ന് കറങ്ങി വന്നതാണെങ്കിൽ ഒരു ദിവസം മുഴുവനും കിടന്നുറങ്ങിയിട്ടുണ്ട്. ഔ ബാല യൗമിൻ, അല്ലെങ്കിലോ ഒരു ദിവസമല്ല, ഒരു ദിവസത്തിന്റെ ബാലാണ്. കാരണം ഏകദേശം ഇന്നലെ കണ്ട അതിന്റെ അടുത്തൊക്കെ തന്നെ ഇപ്പൊ കാണുന്നത്. അപ്പോ ഒരു ദിവസമല്ല, ഒരു ദിവസത്തേക്കാൾ കുറച്ച് കുറവ്. ഖാലു, എന്നിട്ട് അവര് തന്നെ പറഞ്ഞു, റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ, അഅലമു, അവൻ ഏറ്റവും അറിയുന്നവനാകുന്നു, ബിമാ ലബിസ്തു, നിങ്ങൾ എത്രയാണ് ഉറങ്ങിയത് കൊണ്ട്. ഈ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഒരു ദിവസമോ അര ദിവസം ഒന്നും അല്ല. കാരണം അതിനേക്കാൾ കൂടുതൽ ഉറങ്ങിയതുപോലെ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടൊക്കെ ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത്ര കുറച്ച് സമയം കൊണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അപ്പൊ ഇതാണ് ശരിയെന്ന് വെക്കാൻ വയ്യ. ഏതായിരുന്നാലും ശരി, റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും, എത്ര സമയമാണ് നിങ്ങൾ ഉറങ്ങിക്കിടന്നത് എന്നതുകൊണ്ട് അറിയുന്നവൻ, ഏറ്റവും അറിയുന്നവൻ അള്ളാഹു ആകുന്നു. ഒരു കാര്യം ചെയ്യാൻ, വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ഫബഅസു അഹദക്കും, നിങ്ങളിൽപ്പെട്ട ഒരാളെ നിങ്ങൾ പറഞ്ഞയക്കൂ, ബി വരിക്കും, നിങ്ങളുടെ നിങ്ങളുടെ വെള്ളി നാണയവുമായിട്ട് അയക്കൂ, ഇലൽ മദീനത്തി, പട്ടണത്തിലേക്ക്. ഭക്ഷണം കൊണ്ടുവരുന്ന ആളാണ് തെംലീഹ എന്ന സഹോദരൻ. ഒരാളെ എന്ന് പറഞ്ഞാൽ തെംലീഹയാണ്. ഭക്ഷണത്തിന് പറഞ്ഞയക്കൂ, ഇതാ നാണയമുണ്ടല്ലോ. എന്നിട്ട് അയാൾ ചെയ്യേണ്ടത്, ഫൽ യൻളുർ, അദ്ദേഹം നോക്കണം, അയ്യുഹ, ആ പട്ടണങ്ങളിൽ നിന്നുള്ള ഏത് പട്ടണമാണ് അസ്കാത്തു ആമ, ഭക്ഷണത്താൽ ഏറ്റവും ശുദ്ധമായത്, ഏറ്റവും നല്ല ഭക്ഷണം, കഴിക്കാൻ ഏറ്റവും രുചികരമായത് എന്നുള്ള അർത്ഥത്തിനല്ല, ഏറ്റവും ഹലാലായ ഭക്ഷണം എവിടെയുണ്ട് എന്ന് നോക്കണം. ഇവർക്ക് ഇപ്പോഴും സൂക്ഷ്മതയാണ്, ജീവിതത്തിന്റെ വിശുദ്ധിയാണ് അവർ നോക്കുന്നത്. അവര് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരാളെ പറഞ്ഞയക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞ ഇതാണ്, അയ്യുഹ അസ്കാ ത്വഅമ, അയ്യു അത്ഉമത്തിൽ മദീനത്തി അഹല്ലു എന്നർത്ഥം. ഈ പട്ടണത്തിൽ നിന്ന് ഏത് പട്ടണത്തിലെ ഭക്ഷണമാണ് അഹല്ല്, ഏറ്റവും ഹലാലായത് എന്ന് പഠനം നടത്തി പരിശോധിച്ചിട്ട് അത് വാങ്ങിക്കൊണ്ടുവരണം. ഫൽ യഅ്തി, അവൻ കൊണ്ടുവരട്ടേക്കും, നിങ്ങൾക്ക് ബിരിസ്ക മിൻഹുവ, ഹലാല്, ഏറ്റവും ഹലാലായതിൽ നിന്നുള്ള ഭക്ഷണത്തെ കൊണ്ടുവരണം. പക്ഷെ ഒരു കാര്യമുണ്ട്, വൽ യതലത്തഫ്, അവൻ വളരെ സൂക്ഷിച്ചുകൊണ്ടാവണം യാത്ര ചെയ്യുന്നത്, വളരെ പതുങ്ങിക്കൊണ്ടാവണം യാത്ര ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വലാ യുഷ്തിറന്ന, അയാൾ അറിയിക്കരുത്, ബിക്കും, നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട്, അഹദൻ, ഒരാളെയും. ഈ ആളെ പറ്റി ആർക്കും ഒരു തോന്നാത്ത രൂപത്തിൽ, സംശയം തോന്നിയിട്ട് പിടിച്ച് ചോദ്യം ചെയ്തിട്ട് ബാക്കിയുള്ളവരെ കൂടി അറിയിക്കുന്ന രൂപത്തിലാകരുത്. അതിന്റെ താപ്പും അതിന്റെ മാർഗമൊക്കെ നോക്കിയിട്ടേ വളരെ സൂക്ഷ്മമായിട്ട്, തലത്തുഫ് തന്നെ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത രൂപത്തിലുള്ള ഒരു പോക്കാവണം പോകേണ്ടത് എന്നർത്ഥം.
വലാ യുഷ്തറൻ നബിക്കും, നിങ്ങളെ കൊണ്ട് ഇയാൾ അറിയിക്കരുത് അഹദൻ ഒരാളെയും, നിങ്ങളെ സംബന്ധിച്ച് ആരും അറിയാൻ കാരണമാകരുത്. എന്തേ കാരണം? ഇന്നഹും യദ്ഹറു അലൈക്കും യർജുമുക്കും ഔ യുഈദുക്കും ഫീ മില്ലതിഹിം വലൻ തുഫ്ലിഹൂ ഇദൻ അബദാ. ഇന്നഹും, തീർച്ചയായും ഈ നാട്ടുകാർ, ഈ യദ്ഹറു അലൈക്കും, നിങ്ങളുടെ മേൽ അവർ വെളിവായാൽ, നിങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് അവർക്ക് തിരിഞ്ഞാൽ, പിന്നെ സംഭവിക്കുക രണ്ടാലൊന്നാണ്. എറിജുമൂക്കും, ഒരുപക്ഷെ നിങ്ങളെ അവർ എറിഞ്ഞു കൊല്ലും. നിങ്ങൾ ആ ഗുഹയിൽ കിടക്കുകയാണെങ്കിൽ പട്ടിയെ എറിയുന്നത് പോലെ എറിഞ്ഞു നിങ്ങളെ കൊല്ലും. ഏതായിരുന്നാലും നിങ്ങളുടെ കഥ കഴിക്കും. ഔ യുഈദൂക്കും, അല്ലെങ്കിലോ പിന്നെ സംഭവിക്കുന്നത് അതിലേറെ നഷ്ടമാണ്. ഔ യുഈദൂക്കും, നിങ്ങളെ അവർ മടക്കും. ഫീ മില്ലത്തിഹിം, അവരുടെ മതത്തിലേക്ക് മടക്കും. നിങ്ങളുടെ ആശയ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇതുവരെ ചെയ്തതൊക്കെ നഷ്ടപ്പെടുന്ന രൂപത്തിൽ നിങ്ങളെ അവർ അവരുടെ മാർഗത്തിലേക്ക് മടക്കും. അങ്ങനെ മടക്കിയാലോ വലൻ തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കുകയില്ല. ഇതൻ, അന്നേരം അബദൻ, ഒരു കാലത്തും വിജയിക്കുകയില്ല. ഒരു കാലത്തും ഉള്ള പരാജയമാണ് ഉണ്ടാവുക. എക്കാലത്തുമുള്ള പരാജയം, ശാശ്വതമായ പരാജയം. കാരണം നിങ്ങൾ അവരുടെ മില്ലത്തിലേക്ക് മടങ്ങി എന്നാല് ശിർക്കിലേക്ക് മടങ്ങി എന്നർത്ഥം. ശിർക്കിലേക്ക് മടങ്ങിയാൽ പിന്നീട് ലഭിക്കുന്നത് നരകമാണ്. നരകത്തിലെ ജീവിതമാണെങ്കിലും അവസാനിക്കാത്ത ജീവിതമാണ്. അപ്പോ എല്ലാ കാലത്തും നഷ്ടമായിരിക്കും. ഒരിക്കലും തന്നെ അബദിയായ വിജയമുണ്ടാവുകയില്ല. നാം ആണെങ്കിലോ ശാശ്വതമായ വിജയം തേടിയിട്ട് വന്നവരാണ്. അതുകൊണ്ട് ഇതുവരെ നാം ചെയ്തതൊക്കെ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ഇനി ഇവിടെ നിന്നുള്ള ജീവിതം അവസാനിക്കാത്ത സന്തോഷത്തിന്റെ ജീവിതമാകേണ്ടതാണ്. അത് മുഴുവൻ പരാജയത്തിൻ്റെതായി പോകും. അതുകൊണ്ട് ആരെയും അറിയിക്കാതെ വളരെ സമർത്ഥമായ രൂപത്തിൽ അവൻ ഭക്ഷണമായി കൊണ്ടുവരണം. അങ്ങനെ തെംലീഹയെ അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. അയാള് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു നോക്കിയപ്പോൾ നാടിനും നാട്ടുകാർക്കും ഗ്രാമങ്ങൾക്കുമൊക്കെ കാര്യമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു. മുമ്പ് കണ്ടിരുന്ന നാടോ ആ നാടിന്റെ ഭൂപ്രകൃതിയോ അന്നുണ്ടായിരുന്ന ആളുകളോ ആ ആളുകളുടെ ജീവിതശൈലിയോ അല്ല, ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഈ തെംലീഹക്ക് തന്നെ തിരിയാത്ത രൂപത്തിലായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഇയാൾ ഭക്ഷണം വാങ്ങിയിട്ട് ഈ നാണയം കൊടുത്തത്. നാണയം കൊടുത്തപ്പോൾ ആ കിട്ടിയ ആള് ഇത് വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നോക്കി. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ നിലനിന്നിരുന്ന നാണയാണല്ലോ. പലരും കൂടി അവരും പരിശോധിച്ചു. അപ്പോഴേക്ക് തെംലീഹയുടെ രഹസ്യങ്ങളൊക്കെ അത് പൊളിയാൻ പോവുകയാണ്. അങ്ങനെ അവർ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോ ഉള്ളത് പോലെ പറയേണ്ടി വന്നു. എന്നിട്ട് അന്ന് രാജ്യം ഭരിച്ചിരുന്ന നല്ലവനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടാണല്ലോ നേരത്തെ പറഞ്ഞ ചരിത്രത്തിൽ നാം ആദ്യം തന്നെ സൂചിപ്പിച്ച ആ സംഭവമൊക്കെ ഉണ്ടായത്. എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൽ വീണ്ടും അള്ളാഹു ഇവർക്ക് ഉറക്ക് നൽകി.